നമസ്കാരം. കുറേ കാലമായി എല്ലാവരും കണ്ടിട്ട്. ദുരന്തം ബംഗ്ലാവ് എന്നൊക്കെ പേര് മാറ്റിയല്ല. പേര് മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുക, എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടാക്കിയൊരു പേരാണത്, ദുരന്തൻ ബംഗ്ലാവ്. അപ്പോൾ ഇന്ന് വന്നാൽ എന്താണെന്നറിയോ, നമുക്ക് ഫേസ്ബുക്കിൽ നന്നായിട്ട് ഏണിങ്സൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വലിയ ക്രൈറ്റീരിയ ഒന്നുമില്ല. യൂട്യൂബിൽ നമ്മൾ ഒരുപാട് കിടന്ന് കണ്ടിട്ട് കഷ്ടപ്പെട്ടിട്ട് വേണം നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കണമെങ്കിൽ. പക്ഷേ ഫേസ്ബുക്കിൽ നല്ല രീതിയിലുള്ള ഏണിങ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിയാൽ മതി. എൻ്റെ ഫേസ്ബുക്ക് കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്. പക്ഷേ എനിക്കിപ്പോഴാണ് ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ക്രൈറ്റീരിയ ഇപ്പോഴാണ് ഓപ്പൺ ആയത്. അപ്പോൾ ഓപ്പണായിട്ടൊരു ഓണത്തിൻ്റെ അന്നായിരുന്നു, ഒരു കഴിഞ്ഞ മാസം നമ്മുടെ സെപ്റ്റംബർ 5-ാം തീയതി ആണ് അതിൻ്റെ ഇത് കിട്ടിയത്. പക്ഷെ അതിന് ശേഷം നമ്മളെന്തെങ്കിലും റോസ്റ്റ് വീഡിയോ, അതുപോലെ ട്രോൾ വീഡിയോ, പിന്നെ നമ്മൾ ഓൺ വോയിസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത്, ഇപ്പോൾ തൽക്കാലം കുഴപ്പമില്ലാത്തൊരു ഏണിങ്സ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ആരെങ്കിലും ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിയാൽ മാത്രമേ നമുക്ക് ഏണിങ്സ് ഉണ്ടാവുള്ളൂ. അല്ലാതെ വെറുതെ നമ്മളിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏണിങ്സ് വരത്തില്ല. ഡെയിലി അതിനകത്ത് വീഡിയോ ഇടണം. വീഡിയോ ഇട്ടാൽ മാത്രമേ നമുക്ക്, വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീൽസ്, എന്തെങ്കിലുമൊക്കെ റീൽസായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏണിങ്സ് കിട്ടും. അപ്പോൾ ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ. നമ്മൾ അല്ലാതെ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏണിങ്സ് ഒന്നും വരത്തില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇതിൻ്റെ ഒപ്പം ആർക്കും നമ്മൾ വിചാരിച്ച നടക്കാത്ത ഒന്നുമില്ല എന്ന് പറയാറില്ലേ. വിചാരിച്ചാൽ നടക്കും, നമ്മൾ വിചാരിക്കത്തില്ലല്ലോ. അതാണല്ലോ ഈ മലയാളികളുടെ പ്രശ്നം. എന്ന സ്ഥാനത്ത് എല്ലാവരും ശ്രമിക്കുന്നവർക്കൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫേസ്ബുക്കിൽ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ ഒരുപാട് ആൾക്കാർ ആ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫഷണൽ മോഡിലേക്ക് ആക്കിയാൽ മാത്രമേ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എല്ലാവരുടെയും പ്രൈവറ്റായിട്ട് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ എന്താ പറയുക, പ്രൊഫൈലൊക്കെ പ്രൈവറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെയൊന്നും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. അതൊക്കെ ഓപ്പൺ ആക്കിയിട്ടിടണം. എല്ലാം പബ്ലിക്കായിട്ടിടണം. പബ്ലിക്കായിട്ട് ഇടുമ്പോഴാണ് ഏണിങ്സ് വരത്തുള്ളൂ. പ്രൊഫഷണൽ മോഡിലാക്കുക. അതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ പ്രൊഫഷണൽ മോഡാക്കാൻ പറ്റും. ആ പ്രൊഫഷണൽ മോഡാക്കിയതിന് ശേഷം പിന്നെ ഓരോ ടൂൾസുകളുണ്ട്. ആ ടൂൾസുകളൊക്കെ ഓൺ ചെയ്തിടണം. അപ്പോൾ പ്രൊഫഷണൽ മോഡ് ഓൺ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഓരോ ടൂൾസിൻ്റെ കാര്യങ്ങളൊക്കെ വരും. സ്റ്റാർസ്, അതുപോലെ ഈ പറഞ്ഞ പോലെ ഉള്ള ടൂൾസ് ഉണ്ടല്ലോ, ഏത് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ, അതുപോലെ അങ്ങനെ ആഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. സബ്സ്ക്രൈബേഷൻ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇത് ടെക് ചാനലല്ല, എൻ്റെ കാര്യമാണ് ഞാൻ പറയണത് എങ്ങനെയാണെന്ന്. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഏണിങ്സ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പൈസ ഇപ്പോഴാണ് വരാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിനിടയിൽ ഞാനൊരു വീഡിയോ ഇട്ടത് കുറച്ച് ഒരു 2 മില്യനൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു വീഡിയോ ഇട്ടു, അത് 2 മില്യൻ്റെ അടുത്ത് എത്താനായിപ്പോൾ. അപ്പോൾ ഒരു വീഡിയോ കയറിയപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് വരാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 5,000 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഫോളോവേഴ്സ്. ഇപ്പോൾ ഏകദേശം ഒരു 10,000-ൻ്റെ അടുത്തൊക്കെ എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിലായില്ലേ, നമുക്ക് പൈസ വന്നു, ആൾക്കാർ കാണാൻ തുടങ്ങി, ആൾക്കാരത് ഷെയർ ചെയ്യാൻ തുടങ്ങി. ഷെയറൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്കാരിലേക്ക് എത്താൻ തുടങ്ങി. എത്തിക്കഴിഞ്ഞപ്പോൾ അതിനനുസരിച്ചുള്ള ഗുണങ്ങളുണ്ടാണ്. പക്ഷേ അതെവിടം വരെ ഇതുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ചെറിയൊരു വരുമാനം സൈഡിൽ കൂടെ കിട്ടും, അത്രേ ഉള്ളൂ. പക്ഷേ നല്ല നല്ല കണ്ടൻറ്റുകൾ ഇടുക, വേറെ അൽക്കുലത്തെ പരിപാടികളൊന്നും ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ ഏണിങ്സ് ഉണ്ടാവും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി പറയാം. വലുതാക്കണില്ല ഞാൻ. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ.